പിന്നെ എന്തെങ്കിലും ഇതാ മോൻ വരുന്നായിട്ട് ഉപ്പ താടിയെല്ലാം നല്ല അടിപൊളി അടിച്ചിട്ട് നല്ല കൂട്ടപ്പനായിട്ടുണ്ട്. ആ നീ വെച്ചോന്ന് പറഞ്ഞേ. ആ എന്നാ പിന്നെ നീ വരുന്നായിട്ട് വല്ല സ്റ്റൈലാക്കിയതാ. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. മോനെ എയർപോർട്ടിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനും അർഷി ഇബ്രാസ് പിന്നെ സഹിക്കുക എന്നിട്ട് പോയത്. പക്ഷേ ഞാൻ പോയിട്ടില്ല. അതെന്ന് അച്ഛനോട് അവർ പറഞ്ഞിട്ടുണ്ടായത്. റുവമോള് ഇത് നല്ല അടിപൊളി ഫ്ലവർ ഞാൻ വർക്ക് ചെയ്യുന്ന ഫ്ലവറുകൾ എടുത്തേണ്ടിട്ട് വന്നിട്ടുണ്ട് അച്ഛന് കൊടുക്കാനാന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ 5:04 ഫ്ലൈറ്റിനാണ് കേട്ടോ എത്തിയത്. എന്നിട്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് എടുത്തിട്ടായിട്ടില്ല. അപ്പൊ അച്ഛത് വന്നായിരുന്നു. ഞാൻ അവിടെ എടുത്തിണ്ടായിട്ടില്ല കേട്ടോ. ഞാനങ്ങ് വേഗിലങ്ങ് മറിഞ്ഞൊക്കെ ചെയ്ത. ഞാൻ വലിയ ലാസ്റ്റ് കാണിച്ചു വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ പോയത്. തന്നെ ബൈ കൊടുത്തോ. എന്തരാ പെട്ടി അധികമായിട്ടാ? അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ. നമ്മൾ ഇവിടുന്ന് 3 മണിക്കാറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള മട്ടന്നൂർ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ എല്ലാവരും അവിടെ തന്നെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ്. നേരത്തെ കാലത്ത് തന്നെ ഫുഡ് കഴിച്ച് 7 മണിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കാറിലേക്ക് കയറിയിട്ട് യാത്ര തുടർന്നിട്ടാ. ഇത് പറയൂലൊന്നും ഇനി അച്ഛന് കിട്ടിയോണ്ടൊന്നും പറയൂല. പിന്നെ എന്തെങ്കിലും ഇതാ മോൻ വരുന്നായിട്ട് ഉപ്പ താടിയെല്ലാം നല്ല അടിപൊളി അടിച്ചിട്ട് നല്ല കൂട്ടപ്പനായിട്ടുണ്ട്. ആ നീ വെച്ചോന്ന് പറഞ്ഞേ. ആ എന്നാ പിന്നെ നീ വരുന്നായിട്ട് വല്ല സ്റ്റൈലാക്കിയതാ. തന്നെ എന്തേന്ന് പറയാത്തേ? എന്നെ മച്ചിതിനെ കൂട്ടിട്ട് വന്നേ. അപ്പൊ നമ്മളിങ്ങനെ വരേന്ന് രാവിലെ ഫ്ലൈറ്റ് ഉണ്ടായേ. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇരുട്ടായിരുന്നു അല്ലേ? അച്ഛതിന് എന്താണ് ഇതൊക്കെ കൊടുത്തേ? പൂ കൊടുത്തിനാ? പഠിച്ചോനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നേവൽ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു തലയും പാലൊന്നും ഇല്ലാത്ത വീഡിയോ ആയിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.